ഹായ്, നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു മൂവി റിവ്യൂ ആയി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചിത്രം ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച് ഹനീഫ് അദിയന്നയുടെ സംവിധാനത്തിൽ ഈ ക്രിസ്മസ് വെക്കേഷൻ ഇറങ്ങിയ മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. സെൻസർ ബോർഡ് ഈ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു വരും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിനെ 100% ശരിവയ്ക്കുന്നതാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ അടുത്ത കാലത്തെങ്ങും കാണാത്ത ഒരു വയലൻസ് മൂവി എന്ന് തന്നെ പറയാം, നിസ്സംശയം പറയാം. ഫാമിലീസ് പോയി കുട്ടികളെ ഒന്നും ഒരിക്കലും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മാർക്കോ എന്ന സിനിമ ഒരുപാട് ഹൈപ്പോടുകൂടി ഒരുപാട് പ്രതീക്ഷയിൽ ആളുകൾ കാത്തിരുന്ന സിനിമയാണ്. അപ്പോൾ അത് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഇതൊരു ഭയങ്കര വയലൻസ് മൂവിയാണ്. ഇതിൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം ജഗദീഷും ഇതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊരു കംപ്ലീറ്റ് ഒരു വയലൻസ് മൂവിയാണെന്ന്. അത്രത്തോളം അവരതൊക്കെ പറഞ്ഞതിൻ്റെ 100% സത്യമായിട്ടുള്ള കാര്യമാണ് പടം കണ്ടപ്പോൾ മനസ്സിലായത്. ഇതിൻ്റെ അകത്ത് അവസാനമായപ്പോൾ ഒരു വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒത്തിരി സീനുകൾ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. അതിന് വയലൻസിന് വേണ്ടി അവർ കൊണ്ട് നിറച്ചതാണോന്നൊന്നും അറിയില്ല. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ്. ഇതിന് ഇൻ്റർവ്യൂവിന് ശേഷമുള്ളൊരു കണ്ടിന്യൂസ് ഷോട്ട് പോലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ടെക്നിക്കൽ സൈഡൊക്കെ ഗംഭീരമായിരുന്നു. കാരണം ഇതിൻ്റെ ക്യാമറ വർക്കാണെങ്കിലും ശരി, പിന്നെ കളർ ഗ്രേഡിങ് ആണെങ്കിലും അതൊക്കെ ഗംഭീരമായിരുന്നു. കാരണം അതിനകത്ത് ഒരു ഹോളിവുഡ് അല്ലെങ്കിൽ അന്യഭാഷാ ചിത്രങ്ങളുടെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. മലയാള സിനിമ കാണുന്ന ഒരു ഫീലൊന്നും ആയിരുന്നില്ല ഇത് കണ്ടപ്പോൾ. പിന്നെ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് KGFൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സിദ്ദീഖ്, ജഗദീഷ്, പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ ഷമ്മി തിലകൻ്റെ മകൻ, ആളുടെ പേര് ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ. വയലൻസ് മൂവി ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അതിനുള്ള മുതൽ അതിനകത്തുണ്ട്. കുടുംബത്തോടെയൊക്കെ പോയി കാണാൻ നിന്ന വൻ പണി കിട്ടും. അവസാനമൊക്കെ ചോരക്കളം. മൊത്തത്തിൽ നല്ലൊരു വയലൻസ് പടം തന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. സാധാരണ പ്രേക്ഷകർക്ക് വല്ലാത്തൊരു അവസ്ഥയിൽ കണ്ടിട്ട് പുറത്തിറങ്ങേണ്ടി വരും. അപ്പോൾ അതൊക്കെ കാണാൻ ഓക്കെ ആയവർക്ക് പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ് മാർക്കോ. ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിലല്ല, ഇന്ത്യൻ സിനിമയിൽ പോലും കാണാത്ത അത്രയും വയലൻസ് കൊണ്ട് നടന്നിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് വിന്നറായി മാർക്കോ മാറട്ടെ, മറ്റു ചിത്രങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.